ഈ മുളകും തൈ ഇപ്പം നമ്മൾ നട്ടില്ലേ, ഇത് നമ്മളന്ന് കാണിച്ചതാണ്, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അഗ്രോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നട്ടതെന്നുള്ളത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇങ്ങനെ ഏരി എടുക്കുക. ഇതിങ്ങനെ വൃത്തിയാക്കിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇത്രയും കുഴികൾ ഈ ഒരാഴത്തിൽ ഇങ്ങനെ കുഴികൾ എടുക്കുക, ചാല് പോലെ ആക്കുക. വേനൽക്കാലത്ത് ചാല്, മഴക്കാലത്ത് കൂന കൂട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇങ്ങനെ ഇതേ ആഴത്തിലെടുത്തിട്ട് പിന്നെ നമ്മൾ തൈ കുഴിച്ചിടുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഇങ്ങനെ ഒന്നും കൂടി കുഴിക്കുക. കുഴിച്ചിട്ട് നമ്മളിതിലിതേ നമ്മൾ കമ്പോസ്റ്റ് മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഇത് ഇത്ര ഇടണം. ഉണ്ട്, ഇത്ര ഇട്ടിട്ട് നമ്മൾ തക്കാളി തൈയാണ് ഇവിടെ നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നനച്ചുണ്ട്, കണ്ടു, നനച്ച കാരണം സിമ്പിളായിട്ട് ഇതിങ്ങോട്ട് പോരും. ഈ മണ്ണൊന്ന് മിക്സ് ചെയ്ത് ഇതിൽ വെക്കണം, കുറച്ച് മണ്ണിടണം, നന്നായിട്ടൊന്ന് ഉറപ്പിക്കണം. ഇതാണ് നമ്മൾ നടുന്ന ഈ രീതി. നാല് തക്കാളി തൈയാണ് നടന്നത്. അപ്പോൾ നോക്കിയേ, ഈ ഡിസ്റ്റൻസ് കണ്ടു നിങ്ങൾ, ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഇത്ര ഡിസ്റ്റൻസ്, അതായത് ഒരു 1/2 മീറ്ററിലും കൂടുതൽ എടുത്തിട്ടാണ് അടുത്ത കുഴി എടുക്കുന്നത്. അങ്ങനെ നമ്മൾ 4 കുഴി എടുക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നടും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കുഴി കുത്തി അതിലതുപോലെ ഇതേ വളം ഇടുന്നു, തക്കാളി തൈ പറിച്ചു വയ്ക്കും. ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം, രാവിലത്തെ വെയിൽ നന്നായിട്ട് കിട്ടുന്നുണ്ട് കണ്ടേ. അപ്പോൾ അതുകൊണ്ട് പച്ചക്കറിക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇല്ലാച്ച പിന്നെ നമ്മളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഹൈബ്രിഡ് തൈ മേടിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് വയ്ക്കാൻ പറ്റും. ഞങ്ങളിപ്പോൾ അതുപോലെ കിട്ടിയ ഈ ഹൈബ്രിഡിൽ നിന്നൊക്കെ ഇതിൻ്റെ വിത്തിട്ട് നമ്മൾ ചെയ്തു വിചാരിക്കും, ആദ്യത്തെ അത്ര റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ലഭിക്കാറുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വാങ്ങിച്ച് വയ്ക്കുകയാണ് നമ്മൾ കൃഷി കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിനൊരു ബെറ്റർ റിസൾട്ട് കിട്ടാൻ നല്ലത്. നമ്മൾ അവസാനത്തെ തക്കാളി തൈയും കൂടി ഇതിലേക്ക് ഒഴിച്ചിടണം. ഇതൊന്നിങ്ങനെ ഉറപ്പിച്ച് കൊടുത്താൽ നല്ലതാണ്. നമ്മളെല്ലാം ഒരുമിച്ച് നനയ്ക്കും കേട്ടോ. ഇവിടെ ശീമക്കൊന്നയുടെ ഇല കൊടുക്കുന്നുണ്ട്. ഇന്നലെ വേപ്പ് പറഞ്ഞ് വെട്ടി, വലിയ വേപ്പ് ഉണ്ടോ, വലിയൊരു വേപ്പ് വെട്ടിയതാണത്, വലിയ വേപ്പ് വെട്ടി. അപ്പോൾ അതിൻ്റെ ശീമക്കൊന്ന ഇവിടെ നിന്നിറന്ന് ഒടിഞ്ഞു. അപ്പോൾ ആ ഇല നമ്മൾ ഇതിലേക്ക് ഇടുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഈ ഇല ഇതിൻ്റെ മുകളിൽ കിടന്നാൽ ഈ മണ്ണ് നമ്മളിതിന് ഇടുമ്പോൾ നല്ലതാണ്. ഇതുപോലെ ചാടി കീറി വെക്കുന്നു. ഈ വേപ്പ് വെട്ടാൻ കാരണം നിറച്ച് ഇത്തിൽക്കണ്ണി അതും വേണ്ട. ഇപ്പോൾ കുറേ വർഷം പഴക്കമുള്ള വേപ്പ്, അത് വെട്ടാൻ പറയുമ്പോൾ എല്ലാവർക്കും വിഷമമാണ്, ഇനി ഉണ്ടാവുമോ ഇല്ലയോ എന്ന്. പക്ഷെ രണ്ടും കൽപ്പിച്ച് വെട്ടി വന്നാലേ പൊടിക്കുകയാണെങ്കിൽ പൊടിക്കട്ടെ, അല്ലെങ്കിൽ നമുക്ക് രണ്ടിലൊന്നും അറിയാമല്ലോ. നമ്മുടെ മുളകും തൈ ഇതേ നടിൽ കഴിഞ്ഞു. സറ മുളകാണിത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. നമ്മൾ നടന്നത് പയറാണ്, ലോല ഞാൻ പറഞ്ഞില്ലേ പുതിയത് മേടിച്ചു വന്നു. അപ്പോൾ അത് ഒരു ദിവസം വെള്ളത്തിൽ രാത്രി ഇട്ടു, പിറ്റേ ദിവസം അത് കുതിർന്ന് ഇതായി. അപ്പോൾ ഒരു തുണി, കോട്ടൺ തുണി വെച്ചപ്പോൾ ഇതേ മുള വന്നു. നമുക്കത് കുഴിച്ചിടാം. ഇതിന് ഞാൻ ജൈവവളം ഇടണില്ല, ഇത് വളർന്നൊന്ന് വന്നിട്ട് ഇടുന്നുള്ളൂ. അപ്പോൾ ഒരു 1, 2, 3 വയ്ക്കാം. എന്നിട്ട് ഇത് അതിനാവശ്യമുള്ള കുറച്ച് മണ്ണിടണ്ട കേട്ടോ, കുറേ മണ്ണിടണ്ട. ആ പയർ വിത്തിൻ്റെ കനത്തിൽ മാത്രമാണ് മണ്ണിടണ്ട. ഇനി അടുത്ത മുള വന്നതുണ്ട്, അങ്ങനെ അതിടണം. അത്ര മതി. അടുത്ത ഏരിയയിൽ അതുപോലെ അത് 2 മണി ഇടുന്നു. ചില മണി പീക്ക് പോലെ ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സൂഡോമോണസ് വെള്ളമാണ് ഇളക്കണ, വേര് ചെയ്യാണ്ടിരിക്കാനും ഇൻഫെക്ഷൻ പങ്കലൊന്നും വരാണ്ടിരിക്കാനും ഒക്കെ നല്ലതാണ്. എല്ലാത്തിനും നമ്മൾ അതാണ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ഓക്കെ ട്ടാ.